പിണറായിയിലേക്ക് അത് എത്തുമ്പോൾ വല്ലപ്പോഴും മാത്രമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം മാധ്യമങ്ങളുമായി സംവദിക്കുക, അസാധാരണമായ കോവിഡ് സാഹചര്യം ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിൽ എപ്പോഴൊക്കെ മറുപടി പറയണമെന്നത് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സൗകര്യപൂർവ്വം നിശ്ചയിക്കേണ്ടതല്ല, അത് ജനങ്ങളോട് നിരന്തരം സംവദിക്കേണ്ട ഒന്നാണ് എന്ന് VS ഓർമ്മിപ്പിക്കുന്നില്ലേ? ഉറപ്പായിട്ടും വേണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ അങ്ങനെ സംവാദാത്മകമായത്, അല്ലെങ്കിൽ അദ്ദേഹം തുറന്ന സമീപനത്തിലേക്ക് പോയത്, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VSന്റെ കാര്യമാണ് പറയാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിൽ ഒരു പ്രതിപക്ഷ ദൗത്യം കൂടി നിർവഹിക്കുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത് പറയേണ്ടത് പറയുന്നേ വേണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ കൂടിയായിരുന്നു. കാരണം ഇപ്പോൾ പല ഭൂമി ഇടപാടുകളിലൊക്കെ പിന്നെ ഞാൻ ഓർക്കുന്നത്, നമ്മുടെ വേണുവിനാണ് കൂടുതൽ ഓർമ്മയുണ്ടാവും, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണല്ലോ. പിന്നെ എളമരം കരീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂമി തർക്കമൊക്കെ വന്ന സമയത്ത് അതിനോടൊക്കെ അദ്ദേഹം കർശനമായി തന്നെ ചിലത് സൂചിപ്പിച്ചിട്ട് തന്നെയാണ്. കൂട്ടായ മന്ത്രിസഭാ തീരുമാനമായിരിക്കാം, കൂട്ടായ മന്ത്രിസഭാ തീരുമാനത്തോട് പോലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ചില രീതികൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ആ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം മറന്നിട്ടില്ല, അല്ലെങ്കിൽ മടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ വേണു സൂചിപ്പിച്ചു, നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ശരിയാണ്, ഇ ചന്ദ്രശേഖരൻ നായരും, എൻ്റെ ഓർമ്മയിൽ അത് ബേബി ജോണാണ് വേണു, ശിവദാസ് മേനോനും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, അപ്പോൾ ബേബി ജോണും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ 3 പേരും ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ഒരു സുതാര്യത എന്ന് പറയുന്നത് എത്ര കണ്ട് പോയിരുന്നു നമുക്കറിയില്ല. പക്ഷെ VSന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം, ആ ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട്, ആ മറുപടിയിൽ നിന്ന് തുടങ്ങാം അടുത്ത വാർത്ത എന്ന നിലയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലും അതിനൊന്നും ഒരു വിലക്കോ ഒരു അതിരോ വെച്ച ഒരാളായിരുന്നില്ല VS എന്നത്. മാത്രവുമല്ല, പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കുന്ന, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത ഒരു സന്ദർഭം വളരെ തുടക്കത്തിലാണ്, വളരെ കാലം മുമ്പാണ്. അതായത് ന്യൂസ് അവറിൻ്റെയൊക്കെ തുടക്കത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് നമ്മൾ സംസാരിക്കും. അദ്ദേഹത്തിന് ടെലിവിഷനിൽ സംസാരിക്കേണ്ട രീതികളെ കുറിച്ചൊന്നും ആ സമയത്ത് ഒരു ധാരണയും ഉള്ള ഒരാളല്ല. അദ്ദേഹം ഓരോ ചോദ്യത്തിനും വളരെ ദീർഘമായി മറുപടി പറയുന്നു. ഒരുപക്ഷെ ഒരു 10 മിനിറ്റിൽ നമ്മൾ നിർത്തണമെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം അദ്ദേഹം വിശാലമായി പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അങ്ങനെ അതേപടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, അദ്ദേഹം ഒരു തുറന്നു പറച്ചിലുകാരൻ കൂടിയാണ്. അത് അതിൻ്റെ ക്ലാരിറ്റിയുടെയും കൂടി ഒരു വശമാണ്. ആ ക്ലാരിറ്റി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് യാതൊരു ശങ്കയും കൂടാതെ പറയാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഏതൊക്കെ വിഷയത്തിൽ, ഈ കിളരൂർ കവിയൂർ പ്രശ്നങ്ങൾ വന്ന സമയത്തുള്ള സന്ദർഭങ്ങളിൽ ഒക്കെ തന്നെ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും ഒരു വിധത്തിലുള്ള തടസ്സമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളോട് എല്ലാ കാലത്തും ആ നിലയ്ക്കുള്ള സമീപനം, മാധ്യമങ്ങൾ അദ്ദേഹം കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സിൻഡിക്കേറ്റ്, വേണുവിന് ഓർമ്മയുണ്ടാവുന്നുണ്ട്. അപ്പോൾ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന പ്രയോഗം, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന പ്രയോഗം പിണറായി വിജയൻ ഉന്നയിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില തർക്കങ്ങളും മാധ്യമങ്ങളും പിണറായി വിജയനും തമ്മിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് VSന്റെ അടുത്തെത്തുമ്പോൾ ആ മാധ്യമ സിൻഡിക്കേറ്റ് എന്നതിനെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വളരെ പിണറായി വിജയന് ഡയറക്റ്റായി കൊള്ളുന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ സന്ദർഭം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ വളരെ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ വിമർശിക്കുന്നവർ തന്നെയാണല്ലോ ഇപ്പോൾ ഇതും പറഞ്ഞു വരുന്നത് എന്ന നിലയിലുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നതിനോ ഒന്നും ഒരു